ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ഓവർനൈറ്റ് ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഇത് വേണമെങ്കിൽ ഡിന്നർ ആയിട്ടും കഴിക്കാം. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈം ഇല്ലാത്തവർക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബൗൾ ആവശ്യമായിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബരനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഹോൾ ഓട്സ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇൻസ്റ്റന്റ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. പുളിയുള്ള തൈരായാലും അല്ലാത്ത തൈരായാലും കുഴപ്പമില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിയാ സീഡ്സ് ആണ്. ഞാൻ 1 ടീസ്പൂൺ ചിയാ സീഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ ഇതെല്ലാം ഇപ്പം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേക്കും ഓട്സ് ഒക്കെ നല്ലപോലെ പാലിൽ സോക്കായി നല്ല സോഫ്റ്റ് ആയി കിട്ടും. കഴിക്കുന്നതിന് കുറച്ച് നേരത്തെ തന്നെ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കണം. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച് കുറച്ച് നേരത്തിന് ശേഷമാണ് തുറക്കുന്നുള്ളത്. ഓട്സ് ഒക്കെ പാലിൽ നല്ലപോലെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതുപോലെയല്ല, കുറച്ചും കൂടി തിക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ആപ്പിള്, പഴം, ഡേറ്റ്സ്, അനാറ് ഇത്രയും ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം കൂടുതലുള്ള മാങ്ങ, പൈനാപ്പിള്, മുന്തിരി പോലുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിതിലേക്ക് 2 വാൾനട്ട്സും 3 കാഷ്യൂവും ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഹണി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഹണി ചേർക്കുന്നില്ല. ഇനി ഇതിങ്ങനെ തന്നെ കഴിക്കാട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങും ആണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഞാനിത് ഡിന്നർ ആയിട്ടാണ് കഴിക്കാറുള്ളത്. ഇതിൽ ചേർത്തിട്ടുള്ള ഓട്സ് ആയാലും ചിയാ സീഡ്സ് ആയാലും രണ്ടിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.